ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ, നമുക്കിന്നൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയാലോ? ചട്ടപ്പെട്ടോന്ന് ഉണ്ടാക്കാൻ പറ്റിയ, അതായത് ഈ തട്ടിക്കൂട്ട് പരിപാടികൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, പ്രത്യേകിച്ചും 2K അമ്മമാർക്ക്. എനിക്കറിയാന്നേ, ഞാനും അതുപോലെ തന്നെ പോകുന്ന കൂട്ടത്തിലല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദയാണ് കേട്ടോ. അപ്പം മൈദയുടെ സ്ഥാനത്ത് ആട്ടയൊക്കെ ആണെങ്കിലും ഉപയോഗിക്കാം, കുഴപ്പമില്ല. പിന്നെ പോയിട്ട് നമ്മുടെ അയമോദകമില്ലേ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കളറിന് വേണ്ടിയിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ, ഈ കളറ് നമുക്ക് മഞ്ഞൾപ്പൊടി തന്നെ വേണമെന്നില്ല, ഫുഡ് കളർ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിവിടെ അത് ചെയ്തില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ. എന്നാൽ പിന്നെ ആവശ്യത്തിന് ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തപ്പോൾ കയ്യിൽ ഒട്ടുന്ന കാര്യം ഓർത്തപ്പോഴാണ് ഇത്തിരി എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂണോളം എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ, ഇനി നമുക്ക് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തോളുക. പിന്നെ പോയിട്ട് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത്, പിന്നെ അറിയാമല്ലോ, പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, നല്ല സോഫ്റ്റ് ആകുന്നിടം വരെ നന്നായിട്ടങ്ങ് കുഴച്ചോണ്ടാൽ മതി. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അതാ ഈ പരുവത്തിൽ കുഴച്ച് നമ്മുടെ പൊറോട്ടയ്ക്കൊക്കെ കുഴക്കണ പോലെ അടിപൊളിയായിട്ടൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഒത്തിരി കയ്യനോട്ടം കൊണ്ട് കാണുന്നുണ്ടെങ്കിൽ ഇത്തിരിയോടെയൊക്കെ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ പോയിട്ട് അതുപോലെ തന്നെ ഈ പാത്രത്തിൽ വെച്ച് കുഴക്കണമെന്നൊന്നുമില്ല, മറ്റേ മാറ്റിയിട്ടിട്ടൊക്കെ കുഴക്കാമെന്നേ ഉള്ളൂ. ഇത്തിരി മടിയായ കാരണമാണ് ഈ പാത്രത്തിലേക്ക് ഇത്തിരിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യാലോട്ട് ഇത്തിരി വെള്ളമൊക്കെ വെള്ളമല്ലെന്നേ, എണ്ണയാണ് തൂത്തിരിക്കുന്നത്. വെള്ളം വേണമെങ്കിൽ ആവാം, ഞാൻ ഇത്തിരി എണ്ണ അങ്ങോട്ട് തൂത്തു. ഇതാ കുട്ടിയായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. നമുക്കൊന്ന് പരത്തി എടുക്കണം. അപ്പം അതിന് മുമ്പ് ഇതൊന്ന് എന്താ പറയുക, ഉരുട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പരത്തി എടുക്കാനായിട്ട് എളുപ്പമുണ്ടല്ലോ, അതുകൊണ്ടാട്ടോ അങ്ങനെ ചെയ്തത്. ഇനിയിപ്പോൾ അല്ലാതെ ഇപ്പം ഉരുട്ടിയെടുത്ത് വെക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല, സാധാരണ രീതിയിലൊക്കെ അങ്ങ് പോയാലും മതി. അതൊക്കെ ഇപ്പോൾ അവനവൻ്റെ ഇഷ്ടങ്ങളാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ അതാ നമ്മുടെ പണിയായുധങ്ങൾ എന്തായിരിക്കും? നമ്മുടെ ചപ്പാത്തി പലക എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ എന്താ പറയുക, മറ്റേ പരത്തുന്ന സംഭവം കൂടെ ഉണ്ടല്ലോ, അതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലും കൂടെ ഇത്തിരി എണ്ണയൊക്കെ തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പൊടി വേണമെങ്കിലാവാം. പിന്നെ വറക്കണ സമയത്തുണ്ടല്ലോ, നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് വല്ലാണ്ട് കരിഞ്ഞ് പിടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് എണ്ണ തൂത്ത് കൊടുത്തത്. പിന്നെ ഇത് നമുക്ക് ഒന്ന് പരത്തി എടുത്ത് വെക്കണ സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് പാത്രത്തിലോട്ട് ഇത്തിരി എണ്ണയൊക്കെ തൂത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് ഒരുപാടങ്ങ് കട്ടി വേണ്ട, എന്നാൽ ഒരു കുറച്ച് കട്ടിയിൽ അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ നമുക്കിതുപോലെ എടുക്കാം. പിന്നെ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, നല്ല റൗണ്ട് ഷേപ്പിലൊക്കെയാണ് വരേണ്ടത്. ഇതിപ്പോൾ ഞാൻ നോക്കിയിട്ടതൊന്നും റൗണ്ട് ഷേപ്പിലൊന്നും നന്നായിട്ട് വരുന്നില്ലായിരുന്നു. പിന്നെ എങ്ങനെ പോയാലും എന്താ പറയുക, ഇതൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയെന്നൊക്കെ ഇരിക്കുക. അപ്പോൾ എന്നാൽ പിന്നെ ഉണ്ടല്ലോ, അതിന് സെൻട്രലായിട്ട് മാത്രം 2-3 വരകളൊക്കെ ഇങ്ങോട്ട് കൊടുത്തോളുക, അതിനൊന്ന് പിടിച്ചെടുക്കാൻ പാകത്തിന്. ശരിക്കും പറഞ്ഞാൽ ഒരു ഇലയുടെ രീതിയിൽ കൊണ്ടുവന്നെന്നൊക്കെ ഓർത്തുകൊണ്ടാണ് ഇരുന്നത്. പക്ഷേ ഈ രീതിയിലായിപ്പോയി, വലിയ കുഴപ്പമില്ല, എന്നാൽ അഡ്ജസ്റ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ തന്നെ. എങ്ങനെയായാലും സംഭവം പ്രയോജനം ഒന്നു തന്നെയല്ലേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ, അല്ലേ? പിന്നെ നമുക്കുണ്ടല്ലോ, അതിൻ്റെ അറ്റത്ത് അങ്ങോട്ട് ഒന്ന് മടക്കിയെടുത്തോളുക, പിന്നെ തിരിച്ചിട്ടിട്ട് ഇപ്പുറത്തോട്ട് ഒന്ന് മടക്കിയെടുത്തോളുക. പിന്നെ അതിനെ ആ രണ്ടറ്റവും കൂടെ ഒന്ന് ഒട്ടിച്ചങ്ങ് വിട്ടാച്ചാൽ മതി. അപ്പോൾ അതാ ഈ പരുവത്തിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ വിടിച്ച് നമ്മൾ ഈ കട്ട് ചെയ്തിട്ടിരിക്കുന്ന കാരണം തന്നെ എണ്ണയ്ക്കകത്തോട്ട് ഇടുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, അതങ്ങ് നല്ല വിട്ട് വരും. അതുമല്ല, ഫ്രൈ ചെയ്ത് വരാനായിട്ട് എളുപ്പമുണ്ടാവും, അതുകൊണ്ട് അങ്ങനെ ചെയ്തത്. പിന്നെ ഇപ്പോൾ ഇതുപോലെ തന്നെ വേണമെന്നൊന്നുമില്ല, അല്ലാതെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇപ്പോൾ വട്ടത്തിൽ തന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത്തിരിയുടെ കട്ടി കുറച്ചങ്ങോട്ട് എടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്ത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അത് നോക്കിയേ, ഇതിപ്പോൾ രണ്ടാമത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്തിരിയുടെ റൗണ്ടൊക്കെ ആയിട്ടുണ്ട്. കുഴപ്പമില്ല, ചെയ്ത് ശരിയാവുമായിരിക്കും, അല്ലേ? എപ്പോഴും അതെ, പൂരി പരത്തുമ്പോഴും ഇതൊക്കെ തന്നെ അവസ്ഥ. ചില സമയം നല്ല രീതി വരും, പെട്ടെന്നുണ്ടല്ലോ. ചിലപ്പോൾ ഈ വീഡിയോ എടുക്കാൻ നേരത്തൊക്കെ നന്നായിട്ട് എടുക്കണം എന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റാറുണ്ട്. അതേ മറിച്ച് ക്യാമറ അങ്ങോട്ട് ഓഫ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വരികയും ചെയ്യും, അതാണ്. അപ്പോൾ ഇതാ നമ്മുടെ എന്താ പറയുക, സ്നാക്സിനുള്ള ഏകദേശ സംഭവങ്ങളൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയല്ലേ, കുറച്ചുകൂടി ഉണ്ടായിരുന്നു, ഇത്രയൊക്കെ ഉള്ളൂ. 1 കപ്പ് മൈദയാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാലും പടപടയെന്ന് തീർന്നു പോകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്നാൽ പിന്നെ ഡെയിലി എന്തായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണമല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ അതാ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടായിലേക്ക് നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ല പൊങ്ങി വന്നോളും. ചെറിയൊരു ഹൈ ഫ്ലെയിമിൽ ഇട്ടേക്കല്ല, ഒരു മീഡിയം ഫ്ലെയിം അതൊക്കെ മതിയാവും, അല്ലെങ്കിൽ ലോ ഫ്ലെയിം അത്രയൊക്കെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഒന്ന് പൊങ്ങി വരുന്ന സമയത്തുണ്ടല്ലോ, ഒന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുത്തോളുക. കാരണം വെച്ചാൽ അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ രണ്ട് സൈഡും ഒരുപോലെ കിട്ടാൻ പാകത്തിന്. അപ്പോൾ ഈ മുരിഞ്ഞ് വരുന്ന സമയത്ത് തന്നെ അതിൻ്റെ ആ ബബിൾസ് വരുന്നുണ്ടല്ലോ, അപ്പോൾ ആ കുമിളകൾ വരുന്നത് കുറഞ്ഞ് വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഒരു കാര്യമേ, ഈ കളറ് ചേർത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എത്രയാണെങ്കിലും ഒരു കളർ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ അതാ നമുക്കൊന്ന് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഇപ്പോൾ ഈ
മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒപ്പം തന്നെ പഞ്ചസാര ലായനി ഉണ്ടാക്കി നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഈ ചൂടോടുകൂടി തന്നെ ആ പഞ്ചസാര ലായനിക്കകത്തോട്ടിട്ട് നമുക്ക് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത്തിരിയൊക്കെ പഞ്ചസാര ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ലായനി ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ ചൂടോട് കൊടുത്ത് നമ്മളൊരു പാത്രത്തിലോട്ട് വെക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്ത് അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ മധുരത്തിനോട് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ നല്ല എളുപ്പമാണ്, വലിയ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, പട്ടപ്പടയൊന്നും ഉണ്ടാക്കുന്ന കാര്യമല്ലേ ഉള്ളൂ, നല്ല ടേസ്റ്റുമാണ്. ഇനിയിപ്പോൾ അയമോദകം ഇഷ്ടമല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ എള്ളോ എന്തെങ്കിലുമൊക്കെ ചേർക്കാവുന്നേ ഉള്ളൂ, അല്ല ഇത്തിരി ജീരകം ചേർക്കുന്നവരുണ്ട്, എങ്ങനെയാണേലും കുഴപ്പമില്ല. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ, തട്ടിക്കൂട്ട് പരിപാടികൾ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ പടപടേന്ന് നോക്കി നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. മൈദയ്ക്ക് പകരമായിട്ട് നമുക്ക് ആട്ട വേണേലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും പറയാൻ മറക്കല്ലേ. അപ്പോൾ ടാറ്റാ.